വിവാദങ്ങളൊക്കെ ആ വഴിക്ക് പോകട്ടെ. നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലെ വാദം ഇന്നും തുടരും. ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചു. മതങ്ങളുടെ ആന്തരിക ബഹുസ്വരതയും വൈവിധ്യവും പരിഗണിക്കണം. വിശ്വാസങ്ങളിൽ കോടതി ഇടപെടരുത് എന്നും കേന്ദ്രം ആവശ്യപ്പെടുന്നു. ഷപ്ന വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇന്ന് കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ എന്തൊക്കെയായിരിക്കും? സേതു, ഇന്നലെ കേന്ദ്ര സർക്കാരിനാണ് ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട വാദത്തിന് കോടതി അവസരം നൽകിയത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ ഹാജരായി വിശദമായ വാദം നടത്തിയിരുന്നു. ആ വാദം പൂർത്തീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അത് തുടരുകയാകും ഇന്നും ഉണ്ടാകുക. തുഷാർ മേത്ത, അതായത് സോളിസിറ്റർ ജനറൽ, പറയുന്നത് തന്നെ ഈ തുല്യത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിൽ വിവേചനം എന്നതല്ല ശബരിമലയിലുള്ളത്. തുല്യത ഉറപ്പാക്കുന്നുണ്ട്. ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത ഉറപ്പാക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. എന്നാൽ ആചാരപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ കേന്ദ്രം എതിർക്കുന്നത്. കാരണം അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവം ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആചാരത്തിൻ്റെ പേരിൽ മാത്രമാണ് വിവിധ മതസ്ഥർക്ക് അവരവരുടെ ആചാരങ്ങൾ പാലിക്കാനുള്ള അല്ലെങ്കിൽ ആചാരങ്ങൾ ഉറപ്പുവരുത്താനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൽ കോടതികൾ ഇടപെടരുത് എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ 2018 സുപ്രീം കോടതി വിധി അത് തെറ്റാണ് എന്നും കേന്ദ്രം കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ എഴുതി നൽകിയിരുന്നു. അത് തിരുത്തപ്പെടേണ്ടതാണ്. ആചാരങ്ങളുടെ പേരിൽ കോടതികൾ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ പാടില്ല എന്ന് തന്നെ കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വാദം തന്നെയായിരിക്കും തുടരുക. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും അടക്കമുള്ളവർക്ക് വാദം നടത്താൻ അവസരം നൽകുക. ഇന്നലെ ഈ കേസിൻ്റെ വാദം നടത്തുന്നതിനിടെ ഈ ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗമായ ബി നാഗരത്ന ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഏതെങ്കിലും സാമൂഹിക തിന്മയുടെ പേരിൽ അത് സാമൂഹിക തിന്മ ആചാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം കോടതിക്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു പരാമർശം വാദത്തിനിടെ കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു സാമൂഹിക തിന്മയാണ് ഇത്തരത്തിൽ ഈ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് എന്ന ആരോപണത്തിന് മറുപടിയായാണ് ആ രീതിയിലുള്ള പരാമർശം നടത്തിയത്. ഏതായാലും ഇന്നും കേന്ദ്ര സർക്കാരിൻ്റെ വാദം തുടരും. സംസ്ഥാന സർക്കാർ 1 മണിക്കൂറാണ് വാദത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേവസ്വം ബോർഡ് 1.5 ദിവസവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാദങ്ങളായിരിക്കും സുപ്രീം കോടതിയിൽ നടക്കുക. ഓക്കെ ഷപ്ന, ശരി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം തുടരുകയാണ് സുപ്രീം കോടതിയിൽ.